കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കൂ എന്നുള്ളതാണ്. 10 കന്യകമാരിൽ 5 പേര് എണ്ണയെടുത്തിട്ടുണ്ടായിരുന്നു, 5 പേര് എണ്ണയെടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തടസ്സങ്ങൾക്ക് വേണ്ടി, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവസാനം കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പ്രാർത്ഥന ഫലിച്ചില്ലെങ്കിൽ നമ്മൾ മടുത്ത് ഇറങ്ങിപ്പോകുന്ന വ്യക്തികളാണ്. പിന്നെ പ്രാർത്ഥനയും ഇല്ല, പിന്നെ പ്രാശ്ചിത്തങ്ങളും ഇല്ല, പിന്നെ പുണ്യപ്രവൃത്തികളൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് വിവേകശൂന്യകളെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. നമ്മൾ പകുതിക്ക് വെച്ച് ദൈവം ഇടപെടാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് വെച്ച് നമ്മളിവിടെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ആകരുത്. ക്ഷമയോടെ കാത്തിരിക്കുക, ഒരുങ്ങി കാത്തിരിക്കുക. നമ്മുടെ ഓരോരോ പ്രാർത്ഥനകളും സുഹൃതങ്ങളുമായിട്ട് ക്ഷമയോടെ കർത്താവിനിങ്ങനെ കാത്തിരിക്കുക. ഇടപെടും, അവസാനം വരെ കാത്തിരിക്കുക. അവസാന നിമിഷത്തിലാണ് 5 പേര് എണ്ണ വാങ്ങാൻ പോയത്. നമുക്കറിയാം, ഇതുപോലെ തന്നെയാ. ഈ അവസാന നിമിഷത്തിലാണ് ഇവിടെ കിട്ടില്ല, വേറെ എവിടെയോ കിട്ടുമെന്ന് വിചാരിച്ച് പെന്തക്കോസ്തയിലേക്കും അതുപോലെ എംബറിലേക്കും അതുപോലെ പല സ്ഥലങ്ങളിലേക്കും നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ ഇറങ്ങി അവിടെയൊക്കെ ആയിരിക്കാം രക്ഷ, അവിടെ ആയിരിക്കാം എന്ന് ചിന്തിച്ച് അന്വേഷിച്ച് ഇങ്ങനെ എണ്ണകൾ വാങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാവും. എന്നാൽ എണ്ണയുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് ക്ഷമയോടെ കർത്താവിന് വേണ്ടി ഏത് പ്രാർത്ഥനകൾക്കാകാം ഉത്തരം കർത്താവ് നൽകും. പക്ഷേ കാത്തിരിക്കണം, ക്ഷമ വേണം, ആ തമ്പുരാന്റെ സന്നിധിയിൽ ഇട്ടുകൊടുക്കാനുള്ള മനസ്സ് വേണം. പ്രാർത്ഥിക്കാം.